പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ താണിരിപ്പാനും തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അടിയൻ്റെ ജീവിതത്തിൽ ഈ ഭൂപ്പരപ്പിൽ ഒരുക്കി തന്ന സമയത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ കർത്തൃദാസന്മാർ, ദാസിമാർ, കുഞ്ഞുകുട്ടികൾ, വിശ്വാസ കുടുംബങ്ങൾ, സംഘടനാഭേദമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. വേദനയിലും ഭാരത്തിലും ഇരിക്കുന്ന ദൈവജനത്തിനൊരു ദൂതെടുത്ത് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. അതിനാധാരമായി എൻ്റെ ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊള്ളുന്ന ദൈവം. ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊള്ളുന്ന ദൈവം, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നവരെ തള്ളിക്കളയാത്ത ദൈവം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിനെക്കുറിച്ച് ഒരു 3-4 ചിന്ത ഓടിച്ചു പറഞ്ഞ് വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് ഒരു ഉന്മേഷം പകരുന്ന, അവരെ ബലപ്പെടുത്തുന്ന ഒരാലോചനയാണ് പറയുവാൻ പോകുന്നത്. തിരുവചന വെളിച്ചത്തിൽ പറയുമ്പോൾ കേൾക്കുന്നവർ ഇത് തീർത്ത് കേൾക്കണം, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. എല്ലാവർക്കും നീളം കുറയ്ക്കണമെന്ന് പറയുക. അങ്ങനെ നീളം കുറയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. ശരി, എങ്കിലും ദൈവാത്മാവ് നിയോഗത്താൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹോശിയ പ്രവചനത്തിൽ നിന്നാണ് ഒരു ആദ്യത്തെ ചിന്ത എടുക്കുന്നത്. ഞാനൊന്ന് ഹോശിയ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാസിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്തും ബെയേരിയുടെ മകനായ ഹോശയ്ക്ക് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയിമിൻ്റെ മകളായ ഗോമറിനെ പരിഗ്രഹിച്ച് അവൾ ഗർഭം ധരിച്ചു, അവന് ഒരു മകനെ പ്രസവിച്ചു. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചോണം. 1-ാം അധ്യായം. ദിബ്ലയിമിൻ്റെ മകളായ ഗോമേറിനെ എല്ലാവരാലും തള്ളപ്പെട്ടു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വിഷയത്തെ ഒന്ന് ചിന്തിക്കാം. 3-4 ചിന്തകൾ ഓടിച്ചു തരുവാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവരാലും തള്ളപ്പെട്ട് പുറം ലോകം വേശിയെന്ന് കുത്തി വേദനയിലും ഭാരത്തിലും തലമുറകളുമായി ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് ഇസ്രായേലിൻ്റെ രാജാവായ യോവാസിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്തും പ്രവചിച്ച ഹോശേയയോട് ദൈവം പറഞ്ഞു, ദിബ്ലയിമിൻ്റെ മകളായ ഗോമറിനെ പരസംഗം ചെയ്തുകൊണ്ടിരിക്കുന്നവളെയും
അതിൽ ജനിച്ച മക്കളെയും ചേർത്തുകൊള്ളുക. എന്നെ കേൾക്കുന്ന പല വിധത്തിൽ ഭാരത്തിലും പ്രയാസത്തിലും ഒറ്റപ്പെടുത്തലുകളിലും വേദനകളിലും ഇരിക്കുന്ന സഹോദരിമാർ വളരെ ശ്രദ്ധിക്കണം. ആരകതുനഘടകസ്യാന, ലോകർ നിങ്ങളെ തള്ളും, ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ നിങ്ങളെ തള്ളും, നിങ്ങളെ സ്നേഹിച്ചിരുന്നവർ നിങ്ങളെ തള്ളിക്കളയും. എങ്കിലും നിങ്ങൾ ഭാരപ്പെടണ്ട. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാമോ? ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമോ? അവരെ സ്വർഗത്തിലെ ദൈവം കാണുക തന്നെ ചെയ്യും. ഹോശേയ്ക്കും പലവിധ ചിന്തകൾ ഉണ്ടായിരുന്നിരിക്കാം. തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അനേക ചിന്തകൾ തനിക്കുണ്ടായിരുന്നിരിക്കാം. ഒരു ചെറുപ്പക്കാരനായ ഹോശയോട് പറയുകയാണ്, നീ പരസംഗം ചെയ്ത അതിൽ തലമുറകളുള്ള ഗോമറിനെ നീ വിവാഹം ചെയ്യണം. ആകപ്പാടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എങ്കിലും, ഹോശേയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എങ്കിലും, ഉള്ളിൽ തകർച്ച വന്നു എങ്കിലും, ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ദൈവം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഹോശേ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, കാരണം ഒന്ന്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. രണ്ട്, എന്നിൽ കൂടെ, എൻ്റെ കുടുംബത്തിൽ കൂടെ, ഇത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ പാപം മൂലം അവർ ദൈവത്തെ വിട്ടു മാറിയപ്പോൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടി, ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞ ഒരാലോചനയാണ് ഹോശേയ ഏറ്റെടുത്തത്. ഹോശേയ ഏറ്റെടുത്തത് മൂലം എന്താണ് സംഭവിച്ചത്? എല്ലാവരാലും തള്ളപ്പെട്ട ദൂതേറ്റെടുത്തവൻ, അവനെന്താണ് കിട്ടിയത്? ലോകപ്രകാരം വിധി എഴുതി, വേശ്യെന്ന് വിധി എഴുതി മുദ്ര കുത്തിയിട്ടിരുന്ന ആ സഹോദരിക്കൊരു ജീവിതം കിട്ടി, തലമുറകൾക്കൊരു ജീവിതം കിട്ടി. അതിൽ കൂടെ ദൈവം പറഞ്ഞതിനനുസരിച്ച് വീണ്ടും 2 തലമുറകളെ കൂടെ കിട്ടുവാനിടയായി. ഈ ഹോശേയുടെ ചിന്ത എന്താണ്? ഹോശേയ വിചാരിച്ചു, ഞങ്ങളിൽ കൂടെ, ഞങ്ങളുടെ കുടുംബത്തിൽ കൂടെ ഒരു സമൂഹം, ജനം രക്ഷിക്കപ്പെടുമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് അവൻ തിരിയുമെങ്കിൽ, അല്പം തകർച്ച വന്നാലും, മനസ്സിന് വേദന വന്നാലും, മനസ്സിന് ഭാരം വന്നാലും സാരമില്ല, ദൈവത്തിൻ്റെ അരുളപ്പാട് നിവർത്തിക്കുവാൻ തന്നെ സമർപ്പിച്ചു കൊടുത്തത് വളരെ ഒരു വിഷയം തന്നെയാണ്. എന്നാരും അത് സമ്മതിക്കത്തില്ല എങ്കിലും ആമനെ യൗവനക്കാരൻ സമ്മതിക്കുവാനിടയായി. വിഷയത്തിലേക്ക് വരാം. ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന സഹോദരി വിധി എഴുതിയെങ്കിൽ, ഈ സഹോദരിയും കൊണ്ട് റോഡ് നീളെ നടക്കുമ്പോഴുള്ള അവസ്ഥ നോക്കിക്കേ. എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കൂക്കുവിളികൾ, നിന്ദകൾ, പരിഹാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കുകയും, ചിലത് സിംഹങ്ങളുടെ വായെ അടച്ച ദൈവം ചിലതിൻ്റെ വായെ അടയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തള്ളപ്പെട്ടു എന്ന് വിചാരിച്ച്, നീ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് നീ ഭാരപ്പെടണ്ട. ആ ഗോമേറിനെ കരം പിടിച്ച ദൈവം ഗോമറിൻ്റെ വിഷയത്തെ ദൈവം ഏറ്റെടുത്തു എങ്കിൽ, അത് ഹോശേയയിൽ കൂടെ പ്രവർത്തിച്ചു എങ്കിൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് മൂലം ജാഗൽ ഖമാനിയാന്തുരി അധര ജലരഘടകസ്യ ആ ഗോമറിന് ഒരു വിടുതൽ ദൈവത്തിൽ കൂടെ ലഭിച്ചു എങ്കിൽ, തള്ളപ്പെട്ടവരുടെ നടുവിൽ ചേർത്തുകൊണ്ട ദൈവം, അത് ഹോശേയയിൽ കൂടെ പ്രവർത്തിച്ച ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു. ദുരകമാനകദുരഘടകക്ഷസി, ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊള്ളുന്ന ദൈവം. അമ്പോര് കൽക്കന ഘടകസി, ഉപേക്ഷിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ചവരുണ്ട്, ഭാര്യ ഉപേക്ഷിച്ചവരുണ്ട്, പല വിധത്തിൽ മക്കൾ ഉപേക്ഷിച്ചവരുണ്ട്, പല വിധത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. എങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി,
ആമനഘടകക്ഷസി ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ നാളുകളിൽ വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുമെങ്കിൽ നിങ്ങൾ കാണാത്ത, നിങ്ങൾ അറിയാത്ത മേഖലകളിൽ കൂടെ ദൈവം നിങ്ങൾ കൊണ്ടുപോയി, ചിന്തിക്കാത്ത മണ്ഡലത്തിൽ കൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടുപോയി പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ശക്തനെന്ന് ആമേൻ പരിശുദ്ധാത്മാവ് ദൃഷ്ടിവെച്ച ആലോചന പറയുന്നു. ദൂതേറ്റെടുത്തോ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പരിപാലിക്കും. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. ആ ഭാഗം അവിടെ നിർത്തിയിട്ട് അടുത്ത ചിന്താവിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. രണ്ടാമത്തെ ചിന്താവിഷയമാണ് വിവാഹം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ വിവാഹം നിശ്ചയിക്കപ്പെട്ട പാലസ്തീനിലെ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക മറിയ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയും കാണാം. 1-ാം അധ്യായം 2-ാം അധ്യായത്തിലും ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഗബ്രിയേൽ ദൂതൻ മൂലം ആലോചനകൾ കൊടുക്കുന്നു. ലൂക്കോസ് 2-ാം അധ്യായം 26 മുതൽ ഉള്ള ഭാഗങ്ങൾ താഴോട്ട് 34, 35, 36, 37 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാം. അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഗബ്രിയേൽ ദൂതൻ ആലോചന പറഞ്ഞു എങ്കിലും കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞ് ദൂതങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. പുരുഷനെ അറിയായികയാൽ ഞാൻ അവൻ എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് ദൂതൊക്കെ അറിയിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി പറഞ്ഞതുപോലെ മറിയയിൽ വെളിപ്പെട്ടു. ലൂക്കോസ് 1-ാം അധ്യായം 2-ാം അധ്യായം നിങ്ങൾ വായിച്ചോ. മറിയയിൽ വെളിപ്പെട്ടു. യേശു ക്രിസ്തു ഉരുവായെന്ന് അറിഞ്ഞ ഉടനെ ആമേൻ തൻ്റെ വിവാഹം കഴിക്കുവാനിരുന്ന യോസഫ്, അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ ദൂതൻ ഇടപെട്ടിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് പറഞ്ഞു, യോസഫിന് ദൈവം പ്രത്യക്ഷനായിട്ട്, ഹോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം, ഹോശയിൽ കൂടെ സ്വത്രം സംസാരിച്ച ദൈവം ഇവിടെ യോസഫിനോട് പറയുന്നു, നീ ഉപേക്ഷിക്കണ്ട. അവൾ പരിശുദ്ധാത്മാവിലാണ് ഉത്പാദിതമായത്, അതുകൊണ്ട് നീ അവളെ ചേർത്തുകൊള്ളണം. ഉണ്ടോ? എന്തെല്ലാം ബുദ്ധിമുട്ടുകളാ ഇതുവരെ അനുഭവിക്കേണ്ടി വന്നത്. ഈ മറിയ എന്തെല്ലാം ബുദ്ധിമുട്ടാ അനുഭവിച്ചത്. അപ്പൊ കൃപയുള്ളവനും കൃപയുള്ളവൾക്കും ബുദ്ധിമുട്ടുകളുണ്ട്. വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്നവർക്കും ആമേൻ രഹസ്യാന ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, ന്യായപ്രമാണത്തിലാണ് നിൽക്കുന്നത്, ന്യായപ്രമാണ യുഗത്തിലാണ് നിൽക്കുന്നത്. കല്ലെറിഞ്ഞു കൊല്ലും മറിയെ. ആരും വിശ്വസിക്കത്തില്ല. യേശുക്രിസ്തുവിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ പോയിട്ട് പോലും അവന്മാരും കണ്ടില്ല യേശു ആരാണെന്ന്. പരീശനും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, ഇവരാരും കണ്ടില്ല. ആത്മാവുള്ളവനല്ലേ കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ യോസഫിനോട് ദൈവം സംസാരിച്ചു. ഹോശയിൽ കൂടെ സംസാരിച്ച ദൈവം, അതേ ദൈവം ആമേൻ ഇവിടെ യോസഫിനോട് സംസാരിച്ചു, നീ അവളെ ചേർത്തുകൊള്ളുക. ഉണ്ടോ? തള്ളപ്പെടേണ്ട സ്ഥാനത്ത്, തള്ളിക്കളയേണ്ട സ്ഥാനത്ത് ദൈവം പറഞ്ഞു, നീ അവളെ ചേർത്തുകൊള്ളുക. ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. അവരുടെ അവസ്ഥകളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. തിരുവെഴുത്ത് വായിച്ച് ധ്യാനിച്ച ഭക്തന്മാർക്കൊക്കെ അതറിയാം. രണ്ടാമതായിട്ട് മറിയയെ തള്ളിക്കളയേണ്ട സാഹചര്യം വന്നു, ഗൂഢമായി ഉപേക്ഷിക്കേണ്ട സ്ഥാനം വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉടനെ അവിടെ ഇടപെട്ടു.
നീ ഉപേക്ഷിക്കപ്പെട്ടവളാണോ? ആത്മനിറവ് പ്രാപിച്ചവളാണോ? ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവളാണോ? ക്രിസ്തുവിനെ അറിഞ്ഞതുമൂലം നിന്നെ ഉപേക്ഷിക്കപ്പെട്ടതാണോ? അപ്പോസ്തലനായ പൗലോസിനെ ഉപേക്ഷിച്ചതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവളാണോ? ഭാരപ്പെടണ്ട. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ക്രിസ്തു നിന്നിൽ ഉരുവായത് മൂലം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, വിശ്വാസ സ്നാനം സ്വീകരിച്ച, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയാണോ നീ? ഒരു സഹോദരിയാണോ നീ? ഭാരപ്പെടണ്ട. കർത്താവ് ചേർത്തുകൊള്ളുന്ന കർത്താവാണ്, തള്ളിക്കളയുന്ന കർത്താവല്ല. പള്ളിക്കാരും പട്ടക്കാരും എല്ലാവരും ഉപേക്ഷിക്കും. ചിലപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് വരും, ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തുടങ്ങിയെന്ന് വരും. എന്നാലും തള്ളിക്കളയുന്ന ദൈവമല്ല. അവിടെയും ചേർത്തു പിടിക്കുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുത്ത ആ ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ സമയം ചലിച്ചു തുടങ്ങും. അടകക്ഷമനകതുരി അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിച്ചു കൊള്ളണം. ചില ആത്മീയ ചിന്തകൾ മാത്രം പറഞ്ഞ് ബൈബിൾ കഥാപാത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. അടുത്ത് ഇത് തന്നെ വലിയൊരു സബ്ജക്റ്റാണത്, പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ഭാഗം അവിടെ വിടുക. അടുത്ത ഒരാളാണ് സമരിയ സ്ത്രീ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നിങ്ങൾ വായിച്ചോണം. എല്ലാവരും പ്രസംഗിക്കപ്പെടുന്ന ഒരു വിഷയമാണത്. എങ്കിലും എൻ്റെ ഒരു ആത്മീയ ചിന്ത തരാം. യഹൂദന്മാരെ സംബന്ധിച്ച് അവർ മാത്രമേ വിശുദ്ധന്മാരുള്ളൂ എന്നൊരു ചിന്താഗതി അവർക്കുണ്ട്. എങ്കിലും ജാതികളെ നായ്ക്കളെന്ന് വിളിക്കുന്ന ഒരു അനുഭവമുണ്ട്. എങ്കിലും അതേ യഹൂദ കുലത്തിൽ പിറന്നവൻ ഈ സമരിയ സ്ത്രീയുടെ അരികിലേക്ക് സമരിയയിൽ കൂടെ നടന്ന് ഉച്ചയ്ക്ക് വെള്ളം മധ്യാഹ്ന സമയത്ത് വെള്ളം കോരുവാൻ വന്ന ആ സമരിയ സ്ത്രീയോട് ഒരു ദൂതറിയിച്ചിട്ട് വെള്ളം വാങ്ങി കുടിക്കുവാൻ തുടങ്ങുന്നു. അവൾ പറയുന്നു, യഹൂദന്മാര് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നു. എങ്കിലും കർത്താവ് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 4:8-9 ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഇവൾ ദൈവത്തിൻ്റെ ദാനമെന്നാ പറയുന്നത്. ദേശീയ എന്നല്ല പറഞ്ഞ ദാനമാണ്. ആ ദേശത്ത് കർത്താവ് ഒരു ദൂത് പറഞ്ഞു, 5 ഉണ്ടായിരുന്നു, 5 നിന്റെ ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കൊരു ആത്മീയ ചിന്ത ഉണ്ട്. അവിടെ ദേവരധർമ്മം എന്നും പറഞ്ഞ് ഒരു കാര്യം ഉണ്ടവിടെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളെങ്ങനെ വേണമെങ്കിലും എടുത്തോളാം. ദേവരധർമ്മം, അതായത് ഒരുവൻ വിവാഹം കഴിച്ച് അവൻ തലമുറകളെ ജനിപ്പിക്കാതെ പോയാൽ ദൈവം പ്രമാണം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സഹോദരൻ അവരിൽ തലമുറകളെ ജനിപ്പിച്ച് മരിച്ച വ്യക്തിയുടെ പേരിടണം. മരിച്ചുപോയ വ്യക്തിയുടെ കാരണം ആ പേരിടണം. അത് തന്നെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനോട് വേണമെങ്കിൽ ചേർത്ത് ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വായിച്ചോണം. രൂത്തിന്റെ പുസ്തകം പഠിച്ചാലും രൂത്തും ബോവസും തമ്മിലുള്ള ബന്ധവും പഠിച്ചാലും ഏകദേശം അങ്ങനെ തന്നെ വരും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ സ്ത്രീയുടെ അടുത്ത് കർത്താവ് ചെന്ന് സംസാരിക്കുന്നു, വെള്ളം ചോദിക്കുന്നു. അവളെക്കുറിച്ചുള്ള കുറവ് വെളിപ്പെടുത്തിയപ്പോൾ അവൾ ഏറ്റു പറയുന്നു, പോയി ഒരു കൂട്ടം ജനത്തെ വിളിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, അവളൊരു വ്യഭിചാരി ആയിരുന്നു എങ്കിൽ ഇത്രയും പേരെ വിളിച്ച് ഒരു സമൂഹത്തെ തന്നെ വിളിച്ചുകൊണ്ട് വരുവാൻ അവൾക്ക് കഴിയുമായിരുന്നോ? അവൾ പറയുന്നത് കേൾക്കുമായിരുന്നോ?
എന്നാ അതാണ് എൻ്റെ ചിന്ത. അവർക്കും പ്രമാണമുണ്ട്, അവർക്കും മലയിൽ ആരാധനയുണ്ട്, അവർക്കും പള്ളിയുണ്ട്, പുരോഹിതനുണ്ട്, അവരും ന്യായപ്രമാണം കോട്ട് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടം ജനത്തെയും കൊണ്ടുവന്നു. ലോകം സമരിയ സ്ത്രീയെ തള്ളിയതുപോലെ നിങ്ങളെയും മുദ്രകുത്തി തള്ളിയിട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഭാരപ്പെടണ്ട. യഹൂദന്മാർ വെറുക്കട്ടെ, സ്തോത്രം പറയുന്നവർ വെറുക്കട്ടെ, സ്തോത്രം പറയുന്നവർ നിന്നെ കല്ലെറിയാൻ നോക്കട്ടെ, സ്തോത്രം പറയുന്നവർ നിന്റെ അതിരിക്കൂടെ കടന്നു പോകാതിരിക്കട്ടെ, അവർ പൊടി തട്ടിക്കളയട്ടെ. എന്നാൽ പൊടി തട്ടിക്കളയാത്തവൻ, പാപികളെ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്ന ലോകരക്ഷകൻ അവളുടെ അരികിലേക്ക് ചെന്നതുപോലെ ഈ സമരിയ സ്ത്രീയുടെ അനുഭവത്തിൽ ആരെങ്കിലുമായിരിക്കുന്നു എങ്കിൽ അടകാമനയാറ് കേൾക്കണം. യേശുക്രിസ്തുവിൻ്റെ കരസ്പർശം, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ, ആ സമരിയ സ്ത്രീയോട് കൂടെ ഇരുന്ന അതേ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഇരിക്കുമെന്നും തിരുവെഴുത്തിൽ കൂടാലോചന അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടില്ലേ? ശിഷ്യന്മാർ പോലും പറഞ്ഞു, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാതെ വന്നപ്പോൾ ഏലിയാവ് തീയിറക്കിയതുപോലെ നമുക്ക് ഇവരെ തീയിറക്കി അങ്ങ് നശിപ്പിച്ചേക്കാം. കർത്താവ് ശിക്ഷകനല്ല, കർത്താവായ യേശുക്രിസ്തു രക്ഷകനാണ്. അതിനെ മനസ്സിലാക്കിയാൽ മതി. കർത്താവാരെ ശിക്ഷിക്കുന്നില്ല, കർത്താവാരെ തകർക്കുന്നില്ല. പക്ഷേ കർത്താവ് ശിക്ഷകനല്ല, എൻ്റെ യേശു രക്ഷകനാണെന്ന് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരുപാട് കഥാപാത്രങ്ങൾ ഇതുപോലെ തള്ളപ്പെട്ടവരുണ്ട്. ഇവരെ ആരും എടുത്ത് പ്രസംഗിക്കാറില്ല. ഇതേ അനുഭവത്തിൽ കൂടെ പോകുന്ന സഹോദരിമാരുണ്ട്. അവർക്കൊരു ഉന്മേഷം പകരുന്ന യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വരാൻ വേണ്ടിയായി ദൂതെടുക്കുന്നു. കർത്താവ് നഷ്ടപ്പെട്ടവർ, എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ക്രിസ്തു മൂലം ഇറങ്ങി വന്നത് മൂലം ഒറ്റപ്പെടുത്തലുകൾ, പള്ളി ഭ്രഷ്ടരാക്കിയവർ, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ സഹോദരിമാരുണ്ട്. അവരെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ദൂതെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിച്ചോ, ഒരിക്കൽ കർത്താവ് നിന്നെ തേടിയെത്തും. ഏത് മേഖലകളിൽ ഇരുന്നാലും, ആരെല്ലാം വിലക്ക് കൽപ്പിച്ചാലും, ആരെല്ലാം വിലക്കിയാലും, എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ തേടി വരും. നീ ഇരിക്കുന്നിടത്ത് വരും. മനുഷ്യൻ പുറമേ നോക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഹൃദയങ്ങളെ നോക്കുന്നു. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 16:7 ആന്തരിക പരിശോധന നടത്തുന്ന ദൈവം. സങ്കീർത്തനം 17:3, സക്കറിയ പ്രവചനം 13:9, യിരെമ്യാ പ്രവചനം 17:10 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആന്തരീന്ദ്രിയങ്ങളെ ആന്തരിക പരിശോധന നടത്തുന്ന ദൈവം, ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ദൈവം, ഹൃദയങ്ങളെ നല്ലതുപോലെ അറിയുന്ന ദൈവം, ഹൃദയങ്ങളുടെ ഉൾപ്പൂവുകളെ ആരായുന്നവൻ ആ കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ട്. ആ കർത്താവ് ഈ വേദനയിലും ഭാരത്തിലും ഇരിക്കുന്നവരോടുകൂടെ ഉണ്ട്. അതിനായി നിങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിന്നോ. എൻ്റെ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യെശയ്യാ 49:15 ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അടുത്ത 1-2 ചിന്തകൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. അടുത്തൊരാളാണ് രാഷ്ട്രത്തിൻ്റെ മാതാവായ സാറ. ഒരു രാഷ്ട്രത്തിൻ്റെ മാതാവായ സാറ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരും തള്ളപ്പെട്ടതാണ്. ഹമ്മൂറബിയുടെ നിയമസംഹിതയും മോശയ്ക്ക് 200 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന
ഹമ്മൂറബിയുടെ നിയമസംഹിതയും എന്ന പുസ്തകവും ന്യായപ്രമാണവും തമ്മിൽ യോജിച്ചതുകൊണ്ട് മോശ ജനിക്കുന്നതിന് 200 വർഷം മുമ്പ് ബാബേലിൽ ജീവിച്ചിരുന്ന ഹമ്മൂറബിയുടെ നിയമസംഹിത, ആ പുസ്തകവും മോശയുടെ ന്യായപ്രമാണവും തമ്മിൽ, മോശയ്ക്ക് ദൈവം കൊടുത്ത അരുളപ്പാടുകളും തമ്മിൽ യോജിച്ചു പോകുന്നത് കൊണ്ട് ഈ 2 പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഒന്ന്, വിവാഹം കഴിഞ്ഞ് 15 വർഷം മുതൽ 20 വർഷം വരെ തലമുറകളില്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കാം. ഇല്ല, ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അബ്രാഹാമിനെ പോലെ നല്ല മനുഷ്യര് ഉള്ളതിനായി സ്തോത്രം, അബ്രഹാമിനെ പോലെ നല്ല മനുഷ്യരുള്ളതിനായി സ്തോത്രം. തലമുറകളില്ലാഞ്ഞിട്ടും ഉപേക്ഷിക്കാൻ പ്രമാണമുണ്ടായിട്ടും ഉപേക്ഷിക്കാതെ അവരെ പ്രമാണപ്രകാരം നിയമസംഹിത പുസ്തകത്തിൽ എഴുതിയത് മൂലം വേണമെങ്കിൽ തള്ളിക്കളയാം ആയിരുന്നിട്ടും അബ്രാം ചേർത്ത് നിർത്തി. ഇങ്ങനെയാണ് ഒരു പുസ്തകത്തിൽ വായിച്ചത്. വിവാഹം കഴിഞ്ഞ് 20 വർഷം വരെ, ഏകദേശം 15-20 വർഷം വരെ തലമുറകളില്ല എങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ പ്രമാണമുണ്ടായിരുന്നു. 2, ഉപേക്ഷിക്കാത്തവർ, ഇവർക്കൊരു സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. ആ കൂടാരത്തിനകത്ത് വേറൊരു റൂമുണ്ട്. ആ റൂമിനകത്ത് പോയി കിടന്നോളൂ. അതാണ് ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ 3 ദൂതന്മാർ വന്നു നിന്നപ്പോഴും അമ്മാമ്മയെ വെളിയിൽ കാണാനില്ല. അമ്മാമ്മ അകത്താ. ഇന്നത്തെ അമ്മാമ്മമാരാണെങ്കിൽ പുറത്ത് ശബ്ദം കേട്ട അച്ചാന്മാരെ പിടിച്ച് ഉന്തി അകത്തിട്ട് പൂട്ടിയിട്ട് നേരെ വെളിയിൽ വന്ന് എന്തൊക്കെ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് അവർ കൈകാര്യം ചെയ്തോളൂ. ഇവിടെ സാറാമ്മച്ചി ഉള്ളിൽ വേദന കൊണ്ട് ഞെരുങ്ങി 2 വിധത്തിലുള്ള ഭാരം അവർക്കുണ്ട്. ഒന്ന്, എൻ്റെ ഭർത്താവിനൊരു തലമുറ കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭാരം. 2, എനിക്ക് പുറത്തിറങ്ങുവാനോ ആരുമായിട്ടൊന്ന് സംസാരിക്കുവാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഇവർക്ക് പുറത്തിറങ്ങാം, എപ്പോഴൊക്കെ ഇറങ്ങാം, ഒന്ന് ഉച്ചയ്ക്കിറങ്ങാം, ആൾക്കാർ ഒഴിവുള്ള സമയത്ത്, അവർക്കാരുമില്ലാത്ത സമയത്ത് അവർക്ക് പുറത്തിറങ്ങാം. അല്ലാത്ത പക്ഷെ അവരെയൊക്കെ കണ്ടാൽ കാർക്കിച്ച് തുപ്പും, പല വിധത്തിലുള്ള പരിഹാസങ്ങളുണ്ടാകും. മക്കളില്ലാത്തവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് അങ്ങനെയുള്ള പ്രമാണമൊന്നുമില്ല. ഉപേക്ഷിക്കാം, പക്ഷെ വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലാം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാക്കിക്കോ. ദൈവവചന അടിസ്ഥാനത്തിലേക്ക് ഞാൻ വരിക. ഇവർ വളരെ വേദനിച്ച് ഭാരപ്പെട്ട് കണ്ണുനീരൊഴുക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബ്രാം ഇവരെ കണ്ട് നിലം വരെ കുനിഞ്ഞു. യജമാനന്മാരെ ഇരിപ്പിനെന്ന് പറഞ്ഞ് കാല് കഴുകുവാൻ വെള്ളം കൊണ്ട് കൊടുത്ത് അവർക്ക് വേണ്ടതായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാറയോട് പറഞ്ഞ 3 ദൂതന്മാരുണ്ട്. 3 അടങ്ങഴി മാവ് അളന്നെടുക്കുക. അവിടെ 3 ഇടങ്ങഴി വന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് മന്ന അളന്നു കൊടുത്തതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോട്ട് എന്താ കാട്ട്. അതായത് മത്തായി 7:2 ഒരു വാക്യമുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് വളർന്നു കിട്ടും. ചിലരെ അളന്ന് 2 വിധത്തിലുള്ള അളവുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ 3 ഇടങ്ങഴി മാവ് അളന്നു കൊടുത്തു. ഒരു പശുക്കിടാവിനെ പിടിച്ച് ഇഷ്ടംപോലെ ഇറച്ചി കൊടുത്തു. ആൾക്കാർ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാ, ഇഷ്ടംപോലെ കാടകളെ കൊടുത്തു,
മന്ന ഇടങ്ങഴിയെ 40 വർഷം കൊടുത്തോളൂ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ വിഷയത്തിലേക്ക് വരാം. അവർ നേരെ അപ്പം ഉണ്ടാക്കി പുറത്തൊന്നും കൊണ്ടുവന്നില്ല. അവർ ബാല്യക്കാർ അവൻ പശുക്കിടാവിനെ അറുത്ത് ഇഷ്ടംപോലെ ഇറച്ചി കൊടുത്തു. നോക്കാമെങ്കിൽ ശരിയാ. ഇടങ്ങഴി കൊടുത്തപ്പോൾ ഇടങ്ങഴി കിട്ടി, ഇഷ്ടംപോലെ കൊടുത്തപ്പോൾ ഇഷ്ടംപോലെ കാടയെ കൊടുത്തു. നോക്കാമെങ്കിൽ പറയുന്നതും പ്രസംഗിക്കുന്നതൊക്കെ ശരിയാ. പോട്ടെ. അളന്നു കൊടുത്തവന് അളവ് കിട്ടി. ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യുന്നു, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുന്നു എന്ന കൊരിന്ത്യർ കഴിഞ്ഞ 2 ലേഖനം 9 അധ്യായത്തിൽ കാണുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ വേദന കൊണ്ട് ഭാരപ്പെട്ട് ഇരിക്കുമ്പോൾ തൃത്വം അവിടെ വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ യജമാനന്മാരേ എന്ന് വിളിക്കണം 3 പേരെ ബഹുവചനത്തിൽ മലയാള പരിഭാഷ. അവിടെ ചാത്തുണ്ണി മേനോനും വൈദ്യനാഥ അയ്യരും കൂടെ പരിഭാഷപ്പെടുത്തുമ്പോൾ അവർ പറയുന്നു യജമാനനെ എന്ന് വിളിച്ചു. അവർക്കുള്ള വെളിപ്പാട് പോലും എന്നുള്ള തൃത്വത്തിന് തൃത്വം ഇല്ല എന്ന് പറയുന്നവർക്ക് ആ ഒരു വെളിപ്പാട് പോലും ഇല്ല. തൃത്വം വെളിപ്പെടണമെങ്കിൽ ആത്മാവ് വേണം. തൃത്വം എന്നൊരു വാക്കില്ലെങ്കിലും ആത്മാവ് വേണം. യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട് നിലം വരെ കുനിഞ്ഞ് ഭക്ഷണവും കൊണ്ട് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് തിന്നെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ ഭാര്യ പേര് പറയാ, നിന്റെ ഭാര്യ സാറായി എവിടെ? എന്നിട്ടും പുറത്ത് വന്നില്ല, എന്നിട്ട് ഉള്ളിലിരിക്കുക. അപ്പോൾ അകത്ത് ഉൽപ്പത്തി 18, 12, 18, 14 സാറ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഒരു തലമുറ നിനക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ ഉള്ളുകൊണ്ട് ചിരിച്ചെന്ന പുറത്തൊന്നും വന്നതായിട്ട് തിരുവെഴുത്തിലില്ല. ഉള്ളിലിരുന്നു കൊണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞാൽ നീ ഏതവസ്ഥയിൽ തള്ളപ്പെട്ടവളാണോ, തള്ളപ്പെട്ട നിലയിലിരിക്കുന്നുവോ, നീ ഭാരപ്പെടണ്ട. തള്ളിക്കളയാത്ത ദൈവം ആരജാലകസ്യാനഗാതര നിരന്തുരേ മനയ സംഭവേദിയ. അവൻ തള്ളിക്കളയാത്ത ദൈവം, അവൻ ഉപേക്ഷിക്കാത്ത ദൈവം. ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊള്ളുന്ന എൻ്റെ അരുമനാഥൻ അവരെയും ചേർത്തുകൊണ്ടു അവർക്ക് വേണ്ടതായ അവൻ അടഞ്ഞുകൂടിയ റൂമിനകത്ത്, ഇന്നത്തെ എയർ കണ്ടീഷനൊന്നും ഇല്ലല്ലോ, AC ഒന്നും ഇല്ലല്ലോ, അടഞ്ഞുകൂടിയ റൂമിനകത്ത്, കൂടാരത്തിനുള്ളിൽ സെപ്പറേറ്റ് റൂമിനകത്ത് കരഞ്ഞിരുന്ന ആമേൻ സാറയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം അവരെ കളയേണ്ട സ്ഥാനത്ത് ഉപേക്ഷിക്കാൻ പറ്റിയ സാഹചര്യങ്ങളുടെ മധ്യത്തിലും അബ്രാഹാമിനോട് പറഞ്ഞു, നീ അവളെ ചേർത്തുകൊള്ളുക. ഇതാണ് സ്നേഹം. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ദൈവം. തള്ളപ്പെടുന്നവർ ഭാരപ്പെടണ്ട. കർത്താവായ യേശു ക്രിസ്തു നിന്നോട് കൂടെ ഉണ്ട്. അന്തർഗമാന ഘടകക്ഷസ്യ. അതുകൊണ്ട് നമുക്ക് വചനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പെനിന്ന ഹന്നായെ തള്ളി എന്ന് വിചാരിച്ച് ദൈവം തള്ളിക്കളഞ്ഞില്ല. മനസ്സിലായില്ലേ? ഹന്ന തള്ളി പുറത്ത് പോയതേ ഉള്ളൂ. എന്തില്ല, ദൈവം തള്ളിക്കളഞ്ഞില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹന്നായെ എല്ലാവരും കൂടെ തള്ളിയാലും ദൈവം തള്ളിക്കളയത്തില്ല. അബ്രാം ഹാഗാറിനെ തള്ളിക്കളഞ്ഞാൽ ഉൽപ്പത്തി 16, ഉൽപ്പത്തി 21 അധ്യായം. ഹാഗാറിനെ തള്ളിക്കളഞ്ഞാൽ ദൈവം തള്ളിക്കളയത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത്രയും സ്നേഹമുള്ള ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊള്ളുന്ന ദൈവം. എനിക്ക് വളരെ ചിന്തിപ്പിച്ചത് ഹോശയുടെ ചരിത്രത്തിലാണ്. 5 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ പ്രവചിച്ചുകൊണ്ടിരുന്ന പ്രവാചകനോട് പറഞ്ഞതാണ്,
ബാക്കി എല്ലാ അതേ അനുഭവങ്ങൾ തന്നെയാണ്. ഒന്നിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലല്ലേ ഓരോരുത്തർ വേദന അനുഭവിക്കുന്നത്. അതുമാത്രമാണോ? സാമ്പത്തികമായി ഇല്ലെങ്കിൽ തള്ളിക്കളയും. സാമ്പത്തികം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് തള്ളിക്കളയും. ഒപ്പത്തിനൊപ്പം നിൽക്കാനില്ലേ, തള്ളിക്കളയും, ഉറപ്പാണ്. എല്ലാവരും തള്ളിക്കളയും നമ്മളെ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പറഞ്ഞ ദൂതുകളെ നമുക്ക് ഏറ്റെടുക്കാം. ഇത് പറഞ്ഞ ആലോചനകളെ നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒറ്റപ്പെടുത്തലുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമായി ഇവിടെ വായിക്കപ്പെട്ട തിരുവെഴുത്തിനനുസരിച്ച്, ഇവിടെ പറയപ്പെട്ട തിരുവെഴുത്തിനനുസരിച്ച് വിവിധ മേഖലകളിൽ ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരിമാരുണ്ട്. എന്നാൽ മനുഷ്യർ തള്ളിക്കളയുമ്പോൾ എൻ്റെ ദൈവം തള്ളിക്കളയത്തില്ല എന്ന് തിരുവെഴുത്തിൽ കൂടെ കാണുവാനിടയായി. മനുഷ്യരെല്ലാം പരിഹസിക്കുമ്പോൾ ദരവാജാലകത്തുനീമനയ ദൽഖാന ഹംദുരിയാൻ ദൽപ്രവജഗതനിയ, വേദനിച്ച് കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന അരുമനാഥൻ, ഈ പറയപ്പെടുന്ന വിവിധ മേഖലകളിൽ ഭാരപ്പെട്ടിരിക്കുന്ന, കടഭാരത്താൽ തള്ളപ്പെട്ടിരിക്കുന്ന, ആത്മീയ ഗോളത്തിൽ തള്ളപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അവിടുന്ന് ചേർത്ത് കൊള്ളണം. ആത്മീയ ജീവിതത്തിലും തള്ളപ്പെട്ടവരുണ്ട് കർത്താവേ, അവരോടും ദൈവം കരുണ കാണിക്കണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൂത് കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവിക മഹത്വം, ദൈവത്തിൻ്റെ തേജസ് ഓരോ വ്യക്തികളിലും വെളിപ്പെടുന്നതോർത്ത് നന്ദി പറയുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണം. പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് നന്മയും അനുഗ്രഹവും ഉണ്ടാകുവാൻ ദൈവം അവിടെ നിന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം കൊടുക്കണമേ. ഏക സത്യ ദൈവത്തെ അറിയുവാൻ എല്ലാവർക്കും അവിടുന്ന് കൃപ കൊടുക്കണം. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് രാജ്യം കാക്കുന്നവർ, മീൻ പിടിപ്പിക്കുവാൻ പോകുന്നവർ, പോലീസ് അധികാരികൾ, കർത്താവെ, പോലീസുകാർ, നീതിന്യായം നടത്തുവാൻ, വക്കീലന്മാർ, ജഡ്ജിമാർ നീതിന്യായം നടത്തുവാൻ ദൈവം അവിടെ ഇടയാക്കണം. മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തണം. ലോകത്തിലെ 5 വൻകരയിലും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്കായി, കുഞ്ഞുകുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കടഭാരത്തിലും വേദനയിലും രോഗത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ ചെയ്യുവാൻ, രോഗികളെ ചികിത്സിക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ ഉള്ളിൽ പൈശാചിക ശക്തികൾ കയറരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിൽ വേദനിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ കെട്ടിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. എല്ലാവരോടും അവിടുന്ന് കരുണ കാണിക്കണം, മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻവിട്ട ഭവനത്തെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ 3 പേരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. അടിയന് ദേശത്തായിരിക്കുമ്പോൾ അവരെയും അവിടുന്ന് പരിപാലിക്കണം, കൃപ കൊണ്ട് പൊതിയണം, തിരുനാമമാത്ത് കൊടുക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും ജാതി മതഭേദമന്നെ
എല്ലാ പ്രിയപ്പെട്ട സംഘടനാ വ്യത്യാസമെന്ന എല്ലാവരെയും ഈ വചനത്തിൽ കൂടെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ അവസ്ഥയിൽ കൂടെ പോകുന്നവർ വിടുതൽ പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ കരം ചലിപ്പിക്കുവാൻ ദൈവമിടയാക്കണം. അവിടുന്ന് കരുതുന്നതിനായി സ്തോത്രം. ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനായി സ്തോത്രം. മുഴുമകത്തോടെ എടുക്കണം. പ്രാർത്ഥന കേട്ടുവല്ലോ, നന്ദി. ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കുകയായി സ്തോത്രം. മുഴുമകത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ആൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.